ധ്യാനചിന്തയുടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവരാജ്യത്തിന്റെ പ്രതിഫലനവും ഉയർന്ന ജീവിത നിലവാരത്തിലേക്കുള്ള ആഹ്വാനവുമാണ് യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ എന്ന് പറയാം. വലിയ നോമ്പിന്റെ 2-ാം ദിനമായി ഇന്ന് ശുഭ്കോനോ, നിരപ്പിന്റെ അഥവാ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ. ഇന്നത്തെ ധ്യാനഭാഗമായ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മുടെ ബന്ധങ്ങളിൽ അനുരഞ്ജനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞ കർത്താവ് കൊല ചെയ്യരുത് എന്ന പഴയ നിയമ കൽപ്പനയെ ഒരു പടി കൂടി മുന്നോട്ടാക്കി കോപിക്കുന്നതും അപമാനിക്കുന്നതും എല്ലാം കൊലപാതകത്തിന്റെ രൂപങ്ങളാകാമെന്ന് പറയുന്നു. ഒരു വാക്കിനാലോ നോട്ടത്താലോ പോലും അവരിനെ മുറിവേൽപ്പിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണിവിടെ. ആരാധനയുടെ അർത്ഥതലങ്ങളെ ഉയർത്തിക്കാട്ടുമ്പോൾ തന്നെ അനുരഞ്ജനത്തിന് ആരാധനയേക്കാൾ മുൻഗണന നൽകണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. നിരപ്പിന്റെ അനുഭവത്തിലായ ശേഷം മാത്രം വഴിപാട് അർപ്പിക്കുക. അതിലൂടെ പരസ്പര ബന്ധം മാത്രമല്ല, ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും പുനഃസ്ഥാപിക്കപ്പെടുകയാണ് എന്നത് മറന്നു പോകരുത്. പൊരുത്തക്കേടുകൾ രൂക്ഷമാകുന്നതിന് മുൻപ് അവ പരിഹരിക്കാൻ മുൻകൈ എടുക്കണമെന്ന് 25-26 വാക്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്നലെ നാം രൂപാന്തരത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതിന്റെ പൂർത്തീകരണം അനുരഞ്ജനത്തിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. നീ ശ്വസിക്കാൻ മറന്നാലും ക്ഷമിക്കാൻ മറക്കരുത് എന്നൊരു പഴമൊഴി വായിച്ചതോർക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും ക്ഷമിക്കണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്റെ കുറവുകളെ ക്ഷമിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ചെറുപ്രായത്തിൽ ചതിയിലൂടെ ഏശാവിന്റെ അവകാശങ്ങൾ തട്ടിയെടുത്ത് നാടുവിട്ട യാക്കോബ് തന്റെ കുടുംബവും കുഞ്ഞുങ്ങളും ആടുമാടുകളും ഒക്കെയായി മടങ്ങി വരുന്നത് ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ജ്യേഷ്ഠനായ ഏശാവ് തന്നോട് പ്രതികാരം ചെയ്യുമോ എന്ന ഭയമാണവന്. എന്നാൽ യാക്കോബ് ക്ഷമ ചോദിക്കുന്നതിന് മുൻപേ അവനെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്ന ഏശാവിനെ അവിടെ കാണാം. ഭയത്തോടെ വന്ന യാക്കോബിന് എത്ര പെട്ടെന്നാണ് മാറ്റം സംഭവിക്കുന്നത്. അവനെ പേടിപ്പെടുത്തിയിരുന്ന ജ്യേഷ്ഠന്റെ മുഖം എത്ര വേഗത്തിലാണ് ദൈവത്തിന്റെ മുഖം പോലെ മാറിയത്. യാക്കോബ് പറയുന്നു, ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്ന നമ്മെ ക്രൂശുമരണത്തിലൂടെ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് ഉയർത്തിയ കർത്താവ് ഇന്നും ജീവിക്കുന്നു എന്നത് നാം മറന്നു പോകരുത്. അനുരഞ്ജനം ആവശ്യമുള്ള ചില ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലുമില്ലേ? എവിടെയൊക്കെയാണ് നാം സ്വാർത്ഥരായിത്തീരുന്നത്? ക്ഷമിക്കുവാൻ നാം മറന്നുപോയത്? നമ്മുടെ വാക്കുകൾ ആരെയൊക്കെയാണ് മുറിവേൽപ്പിച്ചത്? നമ്മോട് തന്നെ ചോദിക്കാം. അപരനോട് ക്ഷമിക്കുന്നതിനേക്കാൾ നാം ഇഷ്ടപ്പെടുന്നത് അവരെ വിധിക്കുവാനാണ്. എന്നാൽ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പരസ്പര വിദ്വേഷത്തിന്റെയും പിണക്കത്തിന്റെയും മധ്യേ നിരപ്പിന്റെ വക്താക്കളായി മുന്നിട്ടിറങ്ങുവാൻ നമുക്ക് കഴിയാറുണ്ടോ? അനുരഞ്ജനത്തിനായി മുന്നിട്ടിറങ്ങുമ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ സന്തോഷവും സ്വാതന്ത്ര്യവും നമുക്കും അനുഭവഭേദ്യമായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കേണ്ടതാകുന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. മക്കൾ മാതാപിതാക്കളെയും സഹോദരങ്ങളും സ്നേഹിതരും പരസ്പരവും കൊന്നു കൊല വിളിക്കുന്ന കാലം. കേൾക്കുന്ന വാർത്തകളെല്ലാം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയുമാണ്. നാം നിസ്സാരമെന്ന് കരുതുന്ന വാക്കുകളും പ്രവൃത്തികളും പോലും കൊലപാതകത്തിന് തുല്യമാണെന്ന് വേദപുസ്തകവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിലേക്കാണ് അനുരഞ്ജനത്തിന്റെ നിരപ്പിന്റെ ശുശ്രൂഷയുമായി കടന്നു ചെല്ലുവാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കും സാധിക്കുമോ? നോമ്പ് രൂപാന്തരത്തിന് മാത്രമല്ല, നിരപ്പിന്റെയും അനുഭവമായി മാറണം. സ്വയം ആ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ആ അനുഭവത്തിലേക്ക് നയിക്കുവാൻ മുന്നിട്ടിറങ്ങുവാനും നമുക്ക് സാധ്യമാകണം. അപ്പോൾ മാത്രമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്ന് തുറന്ന മനസ്സോടെ പ്രാർത്ഥിക്കുവാനും ദൈവിക ക്ഷമ യഥാർത്ഥമായി പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ. ദൈവവുമായും സമസൃഷ്ടികളുമായും അനുരഞ്ജനത്തിന്റെ അനുഭവത്തിൽ വർത്തിക്കുവാൻ ഈ നോമ്പിന്റെ ദിനങ്ങൾ ഇടയാകട്ടെ. യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം.
പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിരപ്പിന്റെ അനുഭവത്തെ നൽകണമേ. ഏതിലാകുന്നു ഞങ്ങൾ തെറ്റിപ്പോയതെന്ന തിരിച്ചറിവ് നൽകണമേ. അവരിനോട് ക്ഷമിക്കുവാനും ഞങ്ങളുടെ കുറവുകൾക്ക് ക്ഷമയാചിച്ച് അനുരഞ്ജനപ്പെടുവാനും അടിയങ്ങളെ ഒരുക്കണമേ. ആമേൻ.